വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ SCERT ചാപ്റ്റേഴ്സാണ്. 6ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റർ ഒരു ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ആണ്. അതുപോലെ തന്നെ 5, 7, 9 എന്നീ ടെക്സ്റ്റുകളിലെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, SCERT പാഠഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും. ഇവിടെ പറയുന്നത് നോക്കാം. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. അതിൽ നിന്ന് എടുത്ത കുറച്ച് വരികളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആദിമ മനുഷ്യർ ഒരിക്കലും നാം ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നിരിക്കില്ല. പകുതി കുരങ്ങും പകുതി മനുഷ്യനുമായിരുന്ന അവർ ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെ ജീവിച്ചിരിക്കണം. ജർമ്മനിയിൽ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ ഒരു പ്രൊഫസറെ കാണാൻ നമ്മൾ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു കാഴ്ച ബംഗ്ലാവ് അദ്ദേഹം നമുക്ക് കാണിച്ചു. അതിൽ വിശേഷിച്ച് ഒരു തലയോട് അദ്ദേഹം ഒരു ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നുവല്ലോ. അതൊരു ആദിമ മനുഷ്യൻ്റെ തലയോടാണത്രേ. ആ ആദിമ മനുഷ്യനെ ഇപ്പോൾ ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് പറഞ്ഞു വരുന്നത്. ആ തലയോട് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപം ഒരു ദിക്കിൽ കുഴിച്ചപ്പോൾ കണ്ടു കിട്ടിയത് കൊണ്ടാണ് ആ പേര് വന്നത്. അപ്പോൾ ജവഹർലാൽ നെഹ്റു ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന് പറയുന്ന പുസ്തകത്തിലുള്ള വരികളാണ് നമുക്ക് കണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ ജവഹർലാൽ നെഹ്റു പരാമർശിക്കുന്ന ചരിത്രശേഷിപ്പ് എന്താണ്? ഒരു ആദിമ മനുഷ്യൻ്റെ തലയോടാണ് അല്ലേ. അത് എവിടെ നിന്നാണ് ലഭിച്ചത്? ഹൈഡൽബർഗിൽ നിന്നാണ് ലഭിച്ചത്. ആദിമ മനുഷ്യൻ്റെ ഈ ചരിത്രശേഷിപ്പിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇത്രയേറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരെക്കുറിച്ചോ ആ കാലഘട്ടത്തെക്കുറിച്ചോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? അക്കാലത്തെ മനുഷ്യരുടെ ചരിത്രം നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഫസ്റ്റ് നോക്കിയേ, പൂർവികരെ കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട് നോക്കിയേ കുടുംബവൃക്ഷം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ഓരോ തലമുറകളിൽ സിനു എന്ന് പറയുന്ന കുട്ടിയുടെ കുടുംബത്തിലെ അംഗങ്ങളെയാണ് അച്ഛൻ, അമ്മ, വല്യമ്മ, വല്യച്ഛൻ അങ്ങനെ പോകുന്നത് അല്ലേ. അങ്ങനെ പോകുന്ന ഒരു കുടുംബവൃക്ഷം തയ്യാറാക്കാൻ പറയുന്നുണ്ട്. BCE CE നോക്കാം. BCE CE എന്ന് വെച്ചാൽ എങ്ങനെയാണ് പറയുക? കാലഗണന അനുസരിച്ച് ചരിത്രത്തെ 2 കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. പൊതുവർഷത്തിന് മുമ്പും പൊതുവർഷവും. പൊതുവർഷത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്? ബിഫോർ കോമൺ ഇറയാണ് അല്ലേ. BCE എന്നാണ് പറയുന്നത്. പൊതുവർഷത്തിന് മുമ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? BCE എന്നാണ് പറയുന്നത്. അതായത് എന്താണ്? ബിഫോർ കോമൺ ഇറ എന്ന് പറയുന്നത് BCE. ഇനി പൊതുവർഷം എന്ന് വെച്ചാൽ എന്താണ്? കോമൺ ഇറ, അതായത് CE ആണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി മുൻകാലങ്ങളിൽ BC AD എന്നിങ്ങനെയാണ് വിഭജിച്ചിരുന്നത്. നമുക്കറിയാം അല്ലേ. ആദ്യമൊക്കെ BC AD എന്നല്ലേ പറഞ്ഞിരുന്നത്. BC അതുപോലെ തന്നെ AD, അതായത് ബിഫോർ ക്രൈസ്റ്റ് അല്ലെങ്കിൽ അന്നോ ഡോമിനി എന്ന് പറയുന്ന വാക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പം എന്താ ഉപയോഗിക്കുന്നത്? പൊതുവർഷത്തിന് മുമ്പ് ബിഫോർ കോമൺ ഇറ BCE എന്നും അതുപോലെ തന്നെ എന്താ പറയുന്നത്? അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പൊതുവർഷത്തെ കോമൺ ഇറ അല്ലെങ്കിൽ CE എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം എങ്ങനെയാണ്? ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം BC ബിഫോർ ക്രൈസ്റ്റ് എന്നും ക്രിസ്തുവിന് ജനനത്തിന് ശേഷമുള്ള കാലം AD അന്നോ ഡോമിനി എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ന് ഇത് യഥാക്രമം BCE എന്നും CE എന്നുമാണ് അറിയപ്പെടുന്നത്. ഓക്കെ. ഒരു നൂറ്റാണ്ട് എന്നാൽ 100 വർഷമാണ്. ഒരു നൂറ്റാണ്ടെന്ന് വെച്ചാൽ എത്രയാണ്? 100 വർഷമാണ് ഒരു നൂറ്റാണ്ട്. ഒരു ദശലക്ഷം വർഷം എന്നാൽ അപ്പോൾ എത്രയാണ്? 10 ലക്ഷം വർഷമാണ്. ഒരു നൂറ്റാണ്ട് എന്നാൽ 100 വർഷമാണ് എങ്കിൽ ഒരു ദശലക്ഷം എന്ന് വെച്ചാൽ എത്രയാണ്? 10 ലക്ഷം വർഷമാണ്. മനുഷ്യരുടെ ഉത്ഭവവും പരിണാമവും. ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളാണ് മനുഷ്യ ഫോസിലുകൾ അല്ലേ. മനുഷ്യ ഫോസിലുകൾ എന്ന് വെച്ചാൽ എന്താണ്? ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സാണ്. ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചാണ് മനുഷ്യരുടെ ഉത്ഭവത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. എന്താണെന്ന് പറയുന്നത്? ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചാണ് മനുഷ്യരുടെ ഉത്ഭവത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എന്താണ് ഫോസിലുകൾ എന്ന് വെച്ചാൽ എന്താണ്? പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ.
പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് ഫോസിലുകൾ എന്ന് വെച്ചാൽ പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് സംരക്ഷിക്കപ്പെട്ടവയാണ്. ഇനി മനുഷ്യ പരിണാമം. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിനാണ്. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ആരാണ്? ചാൾസ് ഡാർവിനാണ്. ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോൾ ചാൾസ് ഡാർവിൻ എന്നാണ് പറഞ്ഞത്, ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവ മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഈ പ്രക്രിയയെ അദ്ദേഹം പരിണാമം എന്ന പേര് നൽകി. പരിണാമം എന്ന് വെച്ചാൽ എന്താണ്? ദീർഘകാലം കൊണ്ട് സംഭവിക്കുന്ന ജൈവമാറ്റത്തെയാണ് പരിണാമം എന്ന് പറയുന്നത്. ആരാണ് മുന്നോട്ട് വെച്ചത്? ആരാണ്? ചാൾസ് ഡാർവിനാണ്. 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത് ആരുടെയാണ്? ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത് ആരുടെയാണ്? ചാൾസ് ഡാർവിൻ്റെയാണ്. പഠിച്ചു വയ്ക്കുക. ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത് ചാൾസ് ഡാർവിൻ്റെയാണ്. എന്നാണ് പ്രസിദ്ധീകരിച്ചത്? 1859 പ്രസിദ്ധീകരിച്ചത്. ഇനി ചാൾസ് ഡാർവിനെ കുറിച്ച് നമുക്ക് നോക്കാം. പഠിച്ചു വെക്കാം കേട്ടോ, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത്. എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത്. ഭൂമിയിൽ ജീവൻ്റെ ഉത്ഭവത്തിലേക്കും ജീവജാലങ്ങളുടെ വൈവിധ്യത്തിലേക്കും നയിച്ച പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അപ്പോൾ ചാൾസ് ഡാർവിൻ ആരാണ്? ഭൂമിയിൽ ജീവൻ്റെ ഉത്ഭവത്തിലേക്കും ജീവജാലങ്ങളുടെ വൈവിധ്യത്തിലേക്കും നയിച്ച പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവിവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേകം ലക്ഷം വർഷങ്ങൾ എടുത്തുവെന്നും ചാൾസ് ഡാർവിൻ തൻ്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചു. അപ്പോൾ എന്താണ് ചാൾസ് ഡാർവിൻ പറഞ്ഞത്? എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവിവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേകം ലക്ഷം വർഷങ്ങൾ എടുത്തുവെന്നും ചാൾസ് ഡാർവിൻ തൻ്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചു. ചാൾസ് ഡാർവിൻ്റെയാണ് പരിണാമ സിദ്ധാന്തം. പഠിച്ചു വയ്ക്കാം. മനുഷ്യരുടെ പൂർവികർ. ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത്. അപ്പോൾ മനുഷ്യ പരിണാമം എവിടെ നിന്നാണ്? പ്രൈമേറ്റുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത് അല്ലേ? പ്രൈമേറ്റുകളിൽ നിന്നാണ് എന്താരംഭിക്കുന്നത്? മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പ്രൈമേറ്റുകൾ എന്ന് പറയുന്നത് സസ്തനികളിലെ ഒരു വിഭാഗമാണ് പ്രൈമേറ്റുകൾ. സസ്തനികളിലെ ഒരു വിഭാഗമാണ് പ്രൈമേറ്റുകൾ. ഇനി ഹോമിനോയിഡുകൾ. ഹോമിനോയിഡുകൾ എന്ന് വെച്ചാലോ? ഹോമിനോയിഡുകൾ 4 കാലിൽ നടത്തും അല്ലേ? 4 കാലിൽ നടത്തുമ്പോൾ അവരെയാണ് എന്ന് പറയുന്നത് ഹോമിനോയിഡുകൾ എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഹോമിനിഡുകളായി അല്ലേ? ഹോമിനിഡുകൾക്ക് പരിണാമം സംഭവിക്കുകയാണ്. പരിണാമം സംഭവിച്ച ഹോമിനോയിഡുകൾക്ക് പരിണാമം സംഭവിച്ചെന്തായി മാറി? ഹോമിനിഡുകളായി. അതിൽ എന്താണ്? 2 കാലിൽ നടത്താം. പിന്നെ അതിന് നമ്മൾ 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആസ്ട്രലോപിത്തക്കസ് എന്നും ഹോമോ എന്നും. ആസ്ട്രലോപിത്തേക്കസ് എന്നും ഹോമോ എന്നും. ആസ്ട്രലോപിത്തേക്കസ്, ഹോമോ. ഈ ഹോമോ എന്ന് പറയുന്നതിലാണ് 3 വരുന്നതിൽ ഏതൊക്കെയാണ്? ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. ഇതിൽ ഹോമോ ഹാബിലിസ് എന്ന് പറയുന്നത് ഉപകരണ നിർമ്മാതാക്കളെയാണ് ഹോമോ ഹാബിലിസ് എന്ന് പറയുന്നത്. ഹോമോ ഇറക്ട്സ് ആരാണ്? നിവർന്നു നിൽക്കുന്ന മനുഷ്യരെയാണ് ഹോമോ ഇറക്ട്സ് എന്ന് പറയുന്നത്. ഹോമോ സാപ്പിയൻസോ ബുദ്ധിയുള്ള മനുഷ്യരെയാണ് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമേറ്റുകൾ എന്ന് പറയുന്നത് സസ്തനികളിലെ ഒരു വിഭാഗമാണ്. പിന്നീട് ഹോമിനോയിഡുകളായി, പിന്നെ ഹോമിനോയിഡായി. ഈ ഹോമിനുകളിൽ ആസ്ട്രലോപിത്തക്കസും ഹോമോ വന്നു അല്ലേ? ഈ ഹോമയിലുള്ളതാണ് ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. ഹോമോ ഹാബിലിസ് എന്ന് പറയുന്നത് ഉപകരണ നിർമ്മാതാക്കളാണ്. ഹോമോ ഇറക്ടസ് നിവർന്നു നിൽക്കുന്ന മനുഷ്യരെയാണ്. ഹോമോ സാപ്പിയൻസ് ബുദ്ധിയുള്ള മനുഷ്യനെയാണ് അല്ലേ? അപ്പോൾ ഹോമോയുടെ ഉപവിഭാഗങ്ങളാണ് ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ് എന്നിവയെന്ന് നമുക്ക് ഇതിൽ നിന്ന് കണ്ടല്ലേ? നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം അപ്പോൾ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? ഹോമോ സാപ്പിയൻസിലെ ബുദ്ധിയുള്ള മനുഷ്യർ വിഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് പറയുന്നത് നാം ഉൾപ്പെടുന്ന മനുഷ്യവർഗം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി മനുഷ്യവികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ.
ആദിമ മനുഷ്യർ വനാന്തരങ്ങളിലാണ് വസിച്ചിരുന്നത്. കായ്കനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടി അവയുടെ മാംസം ഭക്ഷണമാക്കിയും അവർ ജീവിച്ചിരുന്നു. ചുറ്റുപാടിൽ നിന്നും ലഭിച്ച പരുക്കൻ കല്ലുകളാണ് അവർ ആയുധമാക്കിയിരുന്നത്. ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിളിക്കുന്നു. അപ്പോൾ ശിലായുഗം എന്ന് വിളിക്കുന്നത് ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് ശിലായുഗം എന്ന് വിളിക്കുന്നത്. ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളിലും ഉപകരണങ്ങളിലും കാലക്രമത്തിലുണ്ടായ പുരോഗതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ 3 ഘട്ടങ്ങളായി തിരിക്കാം. അപ്പോൾ എന്നാണ് പറയുന്നത്, ആദിമ മനുഷ്യർ വനാന്തരങ്ങളിൽ ആണ് വസിച്ചിരുന്നത്. അവർ കായ്കനികൾ ശേഖരിച്ചും അതുപോലെ തന്നെ മൃഗങ്ങളെ വേട്ടയാടിയൊക്കെയാണ് മാംസം ഭക്ഷണമാക്കിയിരുന്നത്. ചുറ്റുപാടിൽ നിന്ന് ലഭിച്ച പരുക്കൻ കല്ലുകളായിരുന്നു അവർ ആയുധമാക്കിയിരുന്നത്. അങ്ങനെ ശിലകൾ ആയുധമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയ കാലഘട്ടത്തെയാണ് ശിലായുഗം എന്ന് പറയുന്നത്. ഈ ശിലായുഗത്തെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാണ്? പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. ഇതിൽ പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത് ശിലായുഗത്തിലെ ആദ്യഘട്ടമാണ് പ്രാചീന ശിലായുഗം. ശിലായുഗത്തിലെ ആദ്യഘട്ടമാണ് പ്രാചീന ശിലായുഗം. ഇനി പരുക്കൻ കല്ലുകൾ ഉപകരണങ്ങളാക്കിയത് ഏത് കാലഘട്ടത്തിലാണ്? പ്രാചീന ശിലായുഗത്തിലാണ്. ശേഖരണവും വേട്ടയാടലും ഉപജീവനമാക്കിയതും പ്രാചീന ശിലായുഗത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ പ്രാചീന ശിലായുഗം ശിലായുഗത്തിലെ ആദ്യഘട്ടമാണ്. പരുക്കൻ കല്ലുകൾ ഉപകരണങ്ങളാക്കി ശേഖരണവും വേട്ടയാടലും ഉപജീവനമാക്കി. എന്നാണ് പറയുന്നത്? ശേഖരണവും വേട്ടയാടലും ഉപജീവനമാക്കിയിട്ടാണ് അവർ ജീവിച്ചിരുന്നത് അല്ലേ. പിന്നീട് മധ്യശിലായുഗത്തിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? സൂക്ഷ്മശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും ഭക്ഷണമാക്കി. മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രങ്ങളാക്കി. മധ്യശിലായുഗമായപ്പോൾ അവരെന്ത് ഉപയോഗിച്ചു തുടങ്ങി? ശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. അതുപോലെ തന്നെ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള പുല്ലിനങ്ങളും മത്സ്യങ്ങളൊക്കെ ഭക്ഷണമാക്കി തുടങ്ങി. ആദ്യം ഇങ്ങനെയാണ് എന്താണ് ചെയ്തിരുന്നത്? വേട്ടയാടിയിട്ടാണ് മാംസം ഭക്ഷണമാക്കിയിരുന്നത്. അതുപോലെ തന്നെ കല്ലുകളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് പ്രാചീന ശിലായുഗത്തിൽ. മധ്യശിലായുഗത്തിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ചെറിയ ശിലാ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചു തുടങ്ങി. അതുപോലെ തന്നെ പുല്ലിനങ്ങൾ, കഴിക്കാൻ പറ്റുന്ന പുല്ലിനങ്ങളും മത്സ്യങ്ങളൊക്കെ ഉപയോഗിച്ചു തുടങ്ങി. അതുപോലെ തന്നെ വസ്ത്രം എന്തായിരുന്നു? മൃഗത്തോലും മരത്തോലും ഇലകളും കൂടിയിട്ടാണ് വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നവീന ശിലായുഗത്തിൽ എന്ത് സംഭവിച്ചു? കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു. കൃഷി ആരംഭിച്ചു. ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. അപ്പം നവീന ശിലായുഗത്തിൽ എന്താണ് സംഭവിച്ചത്? കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു. കൃഷി ആരംഭിച്ചത് നവീന ശിലായുഗത്തിലാണ്. ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്ത് ഏത് കാലഘട്ടത്തിലാണ്? നവീന ശിലായുഗത്തിലാണ്. ഇനി എന്താണ് ഭീംബേഡ്ക എന്ന് പറയുന്നത്? ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാകേന്ദ്രമാണ് മധ്യപ്രദേശിലെ ഭീംബേഡ്ക. ചോദിക്കാറുണ്ട് അല്ലേ, ഭീംബേഡ്ക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ്. പ്രാചീന മനുഷ്യരുടെ വിവിധ ജീവിത രീതികളെക്കുറിച്ച് ഇവിടുത്തെ ഗുഹാചിത്രങ്ങൾ നമ്മോട് പറയുന്നു. അവരുടെ ആശയവിനിമയത്തിൻ്റെ തെളിവുകൾ കൂടിയാണ് ഈ ഗുഹാചിത്രങ്ങൾ ഭീംബേഡ്ക. അപ്പോൾ ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാകേന്ദ്രമാണ് മധ്യപ്രദേശിലെ ഭീംബേഡ്ക. പ്രാചീന മനുഷ്യരുടെ വിവിധ ജീവിത രീതികളെക്കുറിച്ച് ഇവിടുത്തെ ഗുഹാചിത്രങ്ങൾ നമ്മോട് പറയുന്നു. അവരുടെ ആശയവിനിമയത്തിൻ്റെ തെളിവുകൾ കൂടിയാണ് ഈ ഗുഹാചിത്രങ്ങൾ. അപ്പോൾ ഭീംബേഡ്ക എവിടെയാണ്? മധ്യപ്രദേശിലാണെന്ന് പഠിച്ചു വയ്ക്കാം. കൃഷിയുടെ ആരംഭവും സ്ഥിരവാസവും. നമ്മൾ പറഞ്ഞില്ലേ, നവീന ശിലായുഗത്തിലാണ് കൃഷി ആരംഭിക്കുന്നതെന്ന്. കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം അനിവാര്യമായി വന്നു. കൃഷി പരിപാലിക്കാനും കൃഷിയിടങ്ങളെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കുവാനും മൃഗപരിപാലനത്തിനുമായി അവർ കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം ഉറപ്പിച്ചു. എന്നാണ് പറയുന്നത്? കൃഷി പരിപാലിക്കുവാനും കൃഷിയിടങ്ങളിലെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കുവാനും മൃഗങ്ങളെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ എവിടെയാണ് താമസിച്ചിരുന്നത്? സ്ഥിരവാസമാക്കിയിരുന്നത് കൃഷിയിടങ്ങളിലാണ്. കൃഷിയിടങ്ങൾക്ക് സമീപത്തായിട്ടാണ് സ്ഥിരവാസമാക്കിയിരുന്നത്. ഇനി എന്താണ് സ്ഥിരവാസവും മാറ്റങ്ങളും? സ്ഥിരവാസം മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്നാണ് പറയുന്നത്. വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു.
സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിച്ചു. അപ്പോൾ സ്ഥിരവാസം നവീന ശിലായുഗത്തിലാണ് സ്ഥിരവാസം ആരംഭിച്ചതെന്ന് പറഞ്ഞു. സ്ഥിരവാസം ആരംഭിക്കുന്നതിന് എന്തായിരുന്നു കാരണം? കൃഷിയിടങ്ങളിൽ തന്നെ താമസിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കൃഷിയിടങ്ങൾക്ക് സമീപത്തായിട്ട് താമസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ സ്ഥിരവാസം ആരംഭിച്ചത്. അപ്പോൾ അതോടുകൂടി എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി, ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായിട്ടും വികാസം പ്രാപിച്ചു. ഇനി ശിലയിൽ നിന്ന് ലോഹത്തിലേക്ക് നമുക്ക് പിക്ചർ നൽകിയിട്ടുണ്ടല്ലേ. ശിലയിൽ നിന്ന് ലോഹത്തിലേക്ക് എന്താണ് മാറ്റം വന്നിരിക്കുന്നത് നോക്കിയേ. മനുഷ്യർ ആദ്യം ഉപയോഗിച്ചിരുന്ന ലോഹം ഏതാണ്? മനുഷ്യർ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പാണല്ലേ. ചെമ്പാണ് മനുഷ്യർ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം. ചോദിക്കാറുണ്ട് അല്ലേ. ചെമ്പായിരുന്നു മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം. ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ ലോഹയുഗം എന്നാണ് വിളിക്കുന്നത്. ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടം എന്നാണ് വിളിക്കുന്നത്? ലോഹയുഗം എന്നാണ് വിളിക്കുന്നത്. മണ്ണ് ഉഴുതുമറിക്കുവാനും മരങ്ങൾ മുറിക്കുവാനുമുള്ള കാഠിന്യവും ഉറപ്പും ചെമ്പിന് കുറവായതിനാൽ ചെമ്പും ഈയവും കൂട്ടിച്ചേർത്ത് കാഠിന്യവും ഉറപ്പുമുള്ള വെങ്കലം എന്ന ലോഹസങ്കരം അവർ നിർമ്മിച്ചു. അതായത് ആദ്യം അവർ ഉപയോഗിച്ചിരുന്നത് ചെമ്പായിരുന്നു. അതിനുശേഷം ആ കാലഘട്ടത്തിൽ നമ്മൾ ലോഹയുഗം എന്നാണ് പറയുന്നത്. അതിനുശേഷം ചെമ്പ് കൊണ്ട് മാത്രം കാര്യമില്ല, മണ്ണ് ഉഴുതുമറിക്കണം, മരങ്ങൾ മുറിക്കുകയൊക്കെ വേണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കാഠിന്യമുള്ളൊരു വസ്തു വേണമെന്ന് മനസ്സിലാക്കിയപ്പോൾ കാഠിന്യ ലോഹം കിട്ടുന്നതിന് വേണ്ടി ചെമ്പിൽ എന്തൊഴിച്ചു? ഈയം ഒഴിച്ചു. അങ്ങനെ ചെമ്പും ഈയം കൂടി കൂട്ടിച്ചേർത്തപ്പോൾ കാഠിന്യം ഉറപ്പുമുള്ള എന്തുണ്ടായി? വെങ്കലം എന്ന ലോഹസങ്കരം അവർ നിർമ്മിച്ചു. വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് വെങ്കലയുഗം എന്ന് അറിയപ്പെടുന്നത്. വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് വെങ്കലയുഗം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ചെമ്പായിരുന്നു മനുഷ്യർ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം. ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ ലോഹയുഗം എന്നാണ് പറയുന്നത്. അതിനുശേഷം ചെമ്പിന് ശേഷം എന്ത് ഉപയോഗിച്ച് തുടങ്ങി? അവർ വെങ്കലം ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ ഈ വെങ്കലം പറയുന്നത് കുറച്ച് കാഠിന്യവും അതുപോലെ തന്നെ ഉറപ്പും കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് കൂട്ടിച്ചേർത്തു? ചെമ്പിൽ ഈയം കൂട്ടിച്ചേർത്തു അല്ലേ. അങ്ങനെയാണ് വെങ്കലം എന്ന് പറയുന്ന ഒരു ലോഹം ഉണ്ടായത്. ഈ വെങ്കലം ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് വെങ്കല യുഗം എന്ന് പറയുന്നത്. ഇനി വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ആരംഭിച്ചതോടെ മനുഷ്യ ജീവിതത്തിൽ കുറേ മാറ്റങ്ങളുണ്ടായി. അത് ഏതൊക്കെ മാറ്റങ്ങളാണെന്നാണ് പറയുന്നത്. വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് സഹായകമായി. വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ എന്താണ്? കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് സഹായകമായി. കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷികോൽപാദന വർധനവിന് കാരണമായി. കാർഷികോൽപാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കി. കാർഷികോൽപാദന വർധനവ് എന്താണ് സംഭവിച്ചത്? കാർഷികോൽപാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കി. കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും രൂപാന്തരപ്പെട്ടു. കൈമാറ്റ കേന്ദ്രങ്ങൾ പിന്നെന്തായി മാറി? പട്ടണങ്ങളും നഗരങ്ങളായിട്ട് രൂപാന്തരപ്പെട്ടു. അപ്പോൾ വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങളിലേക്കും നല്ല സഹായമായിരുന്നു. അതുപോലെ തന്നെ കൃഷിയിടങ്ങളുടെ വ്യാപനം അങ്ങനെ കാർഷിക ഉൽപാദന വർധനവിന് കാരണമായിട്ടുണ്ടായിരുന്നു. ഈ കാർഷിക ഉൽപാദന വർധനം എന്ത് സംഭവിച്ചു? ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കി. അങ്ങനെ ഈ കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളും നഗരങ്ങളായിട്ട് മാറാണ് ചെയ്തത്. ഓക്കെ, ഇനി എന്താണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്? വെങ്കലയുഗത്തിൽ മനുഷ്യ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഈ മാറ്റങ്ങളുടെ ഫലമായി നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വെങ്കലയുഗത്തിൽ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു. അത്തരത്തിൽ രൂപപ്പെട്ട വെങ്കലയുഗ സംസ്കാരങ്ങളെ നമുക്ക് പരിചയപ്പെടാം. വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതൊക്കെയാണ്? മെസൊപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ, ഹാരപ്പൻ, ചൈനീസ്. അപ്പോൾ വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതൊക്കെയാണ്? മെസൊപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ്, ഹരപ്പൻ എന്നിവയ്ക്കാണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ. നോക്കി, ചൈനീസ് സംസ്കാരം ഏത് നദിയിലാണ്? നോക്കിയേ, ഹൊയാങ്ഹോ നദിയിലാണല്ലേ ചൈനീസ് സംസ്കാരം. ചൈനീസ് സംസ്കാരം എവിടെയാണ്? ഹൊയാങ്ഹോ നദിയിലാണ്. അതുപോലെ തന്നെ എന്താണ്? ഹരപ്പൻ സംസ്കാരം എവിടെയാണ്? ഹരപ്പൻ സംസ്കാരം സിന്ധു നദിയിലാണ്. ഹരപ്പൻ സംസ്കാരം അല്ലേ. ഹരപ്പൻ സംസ്കാരം എവിടെയാണ്? സിന്ധു നദിയിലാണ്.
പിന്നെ മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം എവിടെയാണ്? യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയിലാണ് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം. ഈജിപ്ഷ്യൻ സംസ്കാരം ഏത് നദിയിലാണ്? നൈൽ നദിയിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. അപ്പോൾ മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയിലാണ്. ഹരപ്പൻ സംസ്കാരം സിന്ധു നദി. ഇനി ഹൊയാങ്ഹോ നദിയിലാണ് ചൈനീസ് സംസ്കാരം. അല്ലേ, ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. മെസ്സപ്പൊട്ടോമിയൻ ഏത് നദിയിലാണ്? യൂഫ്രട്ടീസ് ടൈഗ്രീസ്. ഈജിപ്ഷ്യൻ നൈൽ. ഹരപ്പൻ എവിടെയാണ് പറഞ്ഞത്? സിന്ധു നദിയിലെ. ചൈനീസ് ഹൊയാങ്ഹോ. ഓക്കെ. വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കും നദീതടങ്ങളിൽ വെങ്കലയുഗ സംസ്കാരങ്ങൾ രൂപപ്പെട്ടത്? ഫലഭൂയിഷ്ടമായ മണ്ണ്, ജലലഭ്യത, അനുകൂല കാലാവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഈ നദീതടങ്ങളിൽ വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടതിന് കാരണം കേട്ടോ. നദീതടങ്ങളിൽ ഈ വെങ്കലയുഗ സംസ്കാരങ്ങൾ രൂപപ്പെട്ടതിന് കാരണം എന്താണ്? ഫലഭൂയിഷ്ടമായ മണ്ണ്, ജലലഭ്യത, അനുകൂല കാലാവസ്ഥ. ഇനി മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം നമ്മൾ പറഞ്ഞു യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണല്ലേ മെസ്സപ്പൊട്ടോമിയ സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. മെസ്സപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മെസ്സപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആണ്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പറഞ്ഞു അല്ലേ, മെസ്സപ്പൊട്ടോമിയ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ്. നിലവിൽ ഇറാഖിൻ്റെ ഭാഗമാണ് ഈ പ്രദേശം. മെസ്സപ്പൊട്ടോമിയ ഇപ്പോൾ എവിടെയാണ്? ഇറാഖിൻ്റെ ഭാഗമാണ്. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടി ചേർന്നതായിരുന്നു മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം. അപ്പോൾ മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം ഏതൊക്കെയാണ്? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടി ചേർന്നതാണ് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം. നഗരജീവിതവും എഴുത്തുവിദ്യയും. മെസ്സപ്പൊട്ടോമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനത സുമേറിയക്കാരായിരുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത്? നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനത സുമേറിയക്കാരായിരുന്നു. മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു ഉറൂക്ക്, ലഗാഷ് മുതലായവ. മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണ്? ഉറൂക്ക്, ലഗാഷ്. മെസ്സപ്പൊട്ടോമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായം ക്യൂണിഫോം എന്നാണ് അറിയപ്പെട്ടത്. മെസ്സപ്പൊട്ടോമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായം ക്യൂണിഫോം എന്നാണ് അറിയപ്പെടുന്നത്. മെസ്സപ്പൊട്ടോമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായം എന്താണ് അറിയപ്പെടുന്നത്? ക്യൂണിഫോം അല്ലേ, ക്യൂണിഫോം എന്നാണ് മെസ്സപ്പൊട്ടോമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായം അറിയപ്പെട്ടത്. ഈ ലിപി വികസിപ്പിച്ചത് ആരാണ്? സുമേറിയക്കാരാണ്. ക്യൂണിഫോം എന്ന് പറയുന്ന ലിപി വികസിപ്പിച്ചത് ആരാണ്? സുമേറിയക്കാരാണ് അല്ലേ, സുമേറിയക്കാരാണ്. ആപ്പിൻ്റെ ആകൃതിയിലുള്ള വെഡ്ജ് ഷേപ്പ്ഡ് ചിത്രലിപിയാണിത്. കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത്. കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ക്യൂണിഫോം ലിപിയുടെ പ്രത്യേകത എന്താണ്? ഈ ലിപി വികസിപ്പിച്ചത് ആരാണ്? സുമേറിയക്കാരാണ്. അതുപോലെ തന്നെ ആപ്പിൻ്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണ്. കളിമൺ ഫലകങ്ങളിലാണ് ഇവർ എഴുതിയിരുന്നത്. കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ ഇവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണോ പറഞ്ഞത്? മെസ്സപ്പൊട്ടോമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനതയാണ് സുമേറിയക്കാർ അല്ലേ. അത് കാരണമാണ് ഈ ലിപി വികസിപ്പിച്ചത് ആരാണ്? ക്യൂണിഫോം എന്ന് പറയുന്ന ലിപി സുമേറിയക്കാരാണ്. ക്യൂണിഫോം ലിപി ഏതിനാണ്? മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെയാണ്. അവിടുത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ഉറൂക്ക്, ലഗേഷ് എന്നിവ. മെസ്സപ്പൊട്ടോമിയക്കാരുടെ സംഭാവനകൾ ഏതൊക്കെയാണ് നോക്കാം. ശാസ്ത്രവും ഗണിതവും നിയമം. ഇനി ശാസ്ത്രവും ഗണിതവും എന്ന് പറയുന്നത് നോക്കാം. ചാന്ദ്രപഞ്ചാംഗം, സൂര്യാഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി ഹരണവും ഗുണനവും എന്ന് പറയുന്ന ഭാഗങ്ങളാണ് എന്തിൽ വരുന്നത്? മെസ്സപ്പൊട്ടോമിയക്കാരുടെ സംഭാവനയാണ്. അത് ഏത് ഭാഗത്തിൽ വരുന്നതാണ്? ശാസ്ത്രവും ഗണിതവും എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ മെസ്സപ്പൊട്ടോമിയക്കാരുടെ സംഭാവനകൾ ശാസ്ത്രവും ഗണിതത്തിൽ എന്തൊക്കെയാണ് കൊടുത്തിരുന്നത്? ചാന്ദ്രപഞ്ചാംഗം, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി ഹരണവും ഗുണനവും. ഇനി നിയമങ്ങൾ ഏതൊക്കെയാണ്? സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുൻഗിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായിട്ട് ക്രോഡീകരിക്കപ്പെട്ടത്. ഈ നിയമങ്ങൾ പരിഷ്കരിച്ചതാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത.
അപ്പോൾ സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുൻഗിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായിട്ട് ക്രോഡീകരിച്ചത്. ഈ നിയമങ്ങൾ പരിഷ്കരിച്ചത് ആരാണ്? ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ് അല്ലേ. ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് പറഞ്ഞ നിയമങ്ങൾ പരിഷ്കരിച്ചതായിരുന്നു. ഇനി എന്താണ് ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് പറയുന്നത് നോക്കാം. ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ BCE 1792 മുതൽ 750 വരെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നിയമസംഹിതയാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത. ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നിയമസംഹിതയാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയായിട്ട് ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിത ഏതാണ്? ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ്. കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതി ഈ നിയമസംഹിതയിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് പറയുന്നത് എന്താണ്? ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നിയമസംഹിതയാണ്. ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയാണ്. കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതി ഈ നിയമസംഹിതയിൽ നിന്ന് ഉള്ളതാണ്. ഇനി എന്താണ് സിഗുറാത്തുകൾ ചോദിക്കാറുണ്ട് അല്ലേ. മെസ്സപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങളാണ് സിഗുറാത്തുകൾ എന്നറിയപ്പെട്ടിരുന്നത്. എന്താണ്? ആരാധനാലയങ്ങളാണ് സിഗുറാത്തുകൾ എന്നറിയപ്പെട്ടിരുന്നത്. പ്രധാനമായും നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ പണിതിരുന്നത്. പ്രധാനമായിട്ടും നഗരങ്ങളിലാണ് ഈ സിഗുറാത്തുകളുള്ളത്. ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചത്. സിഗുറാത്തുകൾ നിർമ്മിച്ചത് എങ്ങനെയാണ്? ഇഷ്ടികകൾ ഉപയോഗിച്ചിട്ടായിരുന്നു. ഉർ നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഉർ നഗരത്തിലെ സിഗുറാത്തുകൾ ഇന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ സിഗുറാത്തുകൾ എന്ന് പറയുന്നത് മെസ്സപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങളെയാണ് സിഗുറാത്തുകൾ എന്നറിയപ്പെട്ടിരുന്നത്. പ്രധാനമായും നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ പണിതിരുന്നത്. ഇഷ്ടികകൾ ഉപയോഗിച്ചിട്ടാണ് ഇവ നിർമ്മിച്ചത്. ഉർ നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയതാണ് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് എന്താണ്? ഈജിപ്ഷ്യൻ സംസ്കാരം. നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത് എന്ന് നമ്മൾ കണ്ടു അല്ലേ. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന നഗരം ഏതായിരുന്നു? കെയ്റോ ആയിരുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന നഗരം ഏതായിരുന്നു? കെയ്റോ ആയിരുന്നു. ഈജിപ്തിലെ രാജാക്കന്മാർ ഫറവോ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈജിപ്തിലെ രാജാക്കന്മാർ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഫറവോ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് പിരമിഡുകൾ. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് പിരമിഡുകൾ. ഫറവോ എന്ന പേരിലാണ് ഇവിടുത്തെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത്. കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം. അവിടുത്തെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിതമാർഗം. ഗോതമ്പ്, ബാർലി, തിന, പഴവർഗ്ഗങ്ങൾ, ചണം, പരുത്തി മുതലായവ നൈൽ നദീതടത്തിൽ സമൃദ്ധമായി വളർന്നിരുന്നു. നൈൽ നദീതടത്തിലുള്ള പ്രധാനപ്പെട്ട ഭക്ഷ്യയോഗ്യമായ വസ്തുക്കൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, ബാർലി, തിന, പഴവർഗ്ഗങ്ങൾ, ചണം, പരുത്തി മുതലായവയാണ്. അത് കാരണമാണ് കൃഷി അവിടുത്തെ പ്രധാന ജീവിത മാർഗമായിരുന്നു അല്ലേ. ഈ കാർഷിക സമൃദ്ധിയാണ് നൈൽ നദീതടത്തിൽ ഒരു നാഗരിക സംസ്കാരം വളർന്നു വരാൻ ഇടയാക്കിയത്. അതിനാൽ ഈജിപ്തിനെ എന്ന് വിളിക്കുന്നു? നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നു. നൈലിൻ്റെ ദാനം എന്ന് വിളിക്കുന്നതിനെയാണ് ഈജിപ്തിനെയാണ്. കൃഷിയായിരുന്നു അവിടുത്തെ പ്രധാന ജീവിതമാർഗ്ഗം. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന ജീവിതമാർഗ്ഗം കൃഷിയായിരുന്നു. ഗോതമ്പ്, ബാർലി, തിന, പഴവർഗ്ഗങ്ങൾ, ചണം, പരുത്തി മുതലായവയായിരുന്നു നൈൽ നദീതടത്തിൽ സമൃദ്ധമായിട്ട് വളർന്നിരുന്നത്. അതിനാലാണ് ഈ കാർഷിക സമൃദ്ധി കാരണമാണ് നൈൽ നദീതടത്തിന് അടുത്തായിട്ട് ഒരു സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം തന്നെ വളർന്നു വന്നത്. ഇനി അവിടുത്തെ പിരമിഡുകൾ നമ്മൾ പറഞ്ഞല്ലോ. പിരമിഡുകൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രധാന സവിശേഷതയാണ് പിരമിഡ് എന്ന് പറഞ്ഞു അല്ലേ. എന്താണ് പിരമിഡുകൾ എന്ന് വെച്ചാൽ? ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് ഫറവോമാരുടെ ശവകുടീരങ്ങളായ പിരമിഡുകൾ. അപ്പോൾ പിരമിഡുകൾ എന്ന് വെച്ചാൽ എന്താണ്? ഫറവന്മാരുടെ ശവകുടീരങ്ങളാണ് ഈ പിരമിഡുകൾ എന്ന് പറയുന്നത്. ഗിസയിലെ മഹത്തായ പിരമിഡ് ഏറ്റവും വലുതും പ്രശസ്തവുമാണ്. അപ്പോൾ ഏറ്റവും വലുതും പ്രശസ്തവുമായിട്ടുള്ള പിരമിഡ് ഏതാണ്? ഗിസയിലെ മഹത്തായ പിരമിഡാണ് അല്ലേ. അപ്പോൾ പിരമിഡുകൾ എന്ന് വെച്ചാൽ എന്താണ്? ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് ഫറവോമാരുടെ ശവകുടീരങ്ങളായ പിരമിഡുകൾ. ഗിസയിലെ മഹത്തായ പിരമിഡ് ഏറ്റവും വലുതും പ്രശസ്തവുമാണ്. ഇനി എന്താണ് മമ്മികൾ എന്ന് വെച്ചാൽ എന്താണ്?
മൃതദേഹം സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായം ഈജിപ്തുകാർക്ക് ഉണ്ടായിരുന്നു. ഇപ്രകാരം സൂക്ഷിച്ചിരുന്ന മൃതദേഹമാണ് മമ്മി എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ മമ്മി എന്ന് വെച്ചാൽ എന്താണ്? മൃതദേഹം സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായം ഈജിപ്തുകാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ സൂക്ഷിച്ചിരുന്ന മൃതദേഹത്തെയാണ് മമ്മി എന്നറിയപ്പെട്ടിരുന്നത്. ഫറവോ ആയിരുന്ന തൂത്തൻ ഖാമൻ്റെ മമ്മിയാണ് ഇവയിൽ ഏറ്റവും പ്രശസ്തമായത്. പിരമിഡുകൾക്കുള്ളിലാണ് ഇത്തരം മമ്മികൾ സൂക്ഷിച്ചിരുന്നത്. മമ്മികൾ സൂക്ഷിച്ചിരുന്നത് എവിടെയാണ്? പിരമിഡുകൾക്കുള്ളിലാണ്. എഴുത്തുവിദ്യ നോക്കാം. മെസ്സപ്പൊട്ടോമിയയിലേതുപോലെ ഈജിപ്തിലും എഴുത്തുവിദ്യ നിലനിന്നിരുന്നു. ഇവിടുത്തെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട ലിപി ഏതാണ്? ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ്. മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ എന്താണിരുന്നു പറഞ്ഞത്? ക്യൂണിഫോം ലിപിയാണ് പറഞ്ഞില്ലേ. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ്. പുരാതന ഈജിപ്തുകാരുടെ എഴുത്ത് ലിപി ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു. എന്തായിരുന്നു? ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം. എന്നാണ്? വിശുദ്ധമായ എഴുത്ത് എന്നാണ്. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂടിച്ചേർന്ന ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ്. വലത്ത് നിന്ന് ഇടത്തോട്ടാണ് വായിച്ചിരുന്നത്. എവിടെ നിന്നാണ്? വലത്ത് നിന്ന് ഇടത്തോട്ടാണ് വായിച്ചിരുന്നത് ഹൈറോഗ്ലിഫിക്സ് ലിപി. അതുപോലെ തന്നെ ചിഹ്നരൂപവും അക്ഷരവും കൂടിച്ചേർന്ന ലിപിയാണ്. ഈജിപ്തുകാരുടെ പ്രധാന ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഈ ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി ശാസ്ത്ര നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗണിതവും വൈദ്യശാസ്ത്രവും ഈജിപ്തിൽ പുരോഗതി കൈവരിച്ചിരുന്നു. ഗണിതശാസ്ത്രത്തിലെ ജ്യാമിതിക്ക് അടിസ്ഥാനമിട്ടത് ഈജിപ്തുകാരായിരുന്നു. അപ്പോൾ ജ്യാമിതി കൊണ്ടുവന്ന ആരാണ്? ഈജിപ്തുകാരാണ്. സങ്കലനം, വ്യവകലനം എന്നിവ ഇവരുടെ സംഭാവനകളായിരുന്നു. 30 ദിവസം വീതമുള്ള 12 മാസങ്ങളോടൊപ്പം 5 ദിവസം കൂട്ടിച്ചേർത്ത 365 ദിവസങ്ങളടങ്ങിയ ഒരു വർഷമാണ് ഇവരുടെ സൗരപഞ്ചാംഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 30 ദിവസം വീതമുള്ള 12 മാസങ്ങളിൽ അതിനോടൊപ്പം തന്നെ ഒരു 5 ദിവസവും കൂടി ചേർത്തിട്ടുണ്ടായിരിക്കും. അതാണ് ഇവരുടെ വർഷ കലണ്ടർ സൗരപഞ്ചാംഗത്തിൽ, സോളാർ കലണ്ടറിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഇതാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് പറയാനുള്ളത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദീതടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ പ്രധാന നഗരം ഏതായിരുന്നു? കൊയ്റോ ആയിരുന്നു. അതുപോലെ തന്നെ കൃഷിയായിരുന്നു പ്രധാന ജീവിതമാർഗം. ഗോതമ്പ്, ബാർലി, തിന, പഴവർഗ്ഗങ്ങൾ, ചണം, പരുത്തി എന്നിവയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്തിരുന്നത്. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നതാണ് ഈജിപ്തിനെയാണ് നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത്. അവിടുത്തെ പ്രധാന സവിശേഷതയാണ് പിരമിഡുകളും മമ്മികളും. പിരമിഡുകൾ എന്ന് പറയുന്നത് ഫറവോമാരുടെ ശവകുടീരങ്ങളാണ്. മമ്മികൾ എന്ന് പറയുന്നത് സുഗന്ധദ്രവ്യം പൂശിയ ശവശരീരങ്ങളാണ് അല്ലേ മമ്മി എന്നറിയപ്പെടുന്നത്. ഈ പിരമിഡിനുള്ളിലാണ് മമ്മി ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ് അവിടുത്തെ പ്രധാന ലിപി എന്ന് പറയുന്നത്. എഴുത്ത് ചിഹ്നരൂപവും അക്ഷരരൂപവും കൂട്ടിച്ചേർന്ന ലിപിയാണ് ഈ ഹൈറോഗ്ലിഫിക്സ് ലിപി എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ സങ്കലനം, വ്യവകലനം, ജ്യാമിതി എന്നിവയൊക്കെ കൊണ്ടുവന്ന ആരാണ്? ഈജിപ്തുകാരാണ്. അതുപോലെ തന്നെ 365 ദിവസങ്ങളുള്ള കലണ്ടർ അല്ലേ എന്താണ്? അവരിതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സൗരപഞ്ചാംഗത്തിൽ ഉൾപ്പെട്ടുള്ളത് എന്താണ്? 365 ദിവസങ്ങൾ അടങ്ങിയ ഒരു വർഷമാണ്. നെക്സ്റ്റ് ചൈനീസ് സംസ്കാരം. ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. എവിടെയാണ്? ഹൊയാങ്ഹോ നദീതടത്തിലാണ്. ഇവിടുത്തെ കൃഷിയായിരുന്നു ഇവിടുത്തെ സംസ്കാരത്തിന് അടിത്തറ. കൂടാതെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു. ആദ്യ വിദഗ്ധരായിരുന്നു ചൈനീസ് സംസ്കാരത്തിലെ അല്ലേ. മികവുറ്റ വെങ്കല ശില്പങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു. അപ്പോൾ ചൈനീസ് സംസ്കാരത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. കൃഷിയായിരുന്നു ഈ സംസ്കാരത്തിൻ്റെ അടിത്തറ. കൂടാതെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു. മികവുറ്റ വെങ്കല ശില്പങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു. ഇനി എഴുത്ത് സമ്പ്രദായം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനക്കാരുടെ ഇടയിൽ പുരാതന കാലം മുതൽ തന്നെ എഴുത്ത് സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന ചിത്രലിപിയായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ചൈനീസ് സംസ്കാരത്തിൽ എന്താണ്? എഴുത്തിന് പകരം ചിഹ്നങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. കാലക്രമത്തിൽ അവർ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ രൂപപ്പെടുത്തി. മാറ്റങ്ങളോടെ ആ ലിപി ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നു. ആദ്യം അവർ ചിത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ലിപിയിൽ, അതിനുശേഷം ചിഹ്നങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. നമുക്ക് പിക്ചർ നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ചൈനീസ് സംസ്കാരത്തെക്കുറിച്ചിട്ട്?
ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. കൃഷി തന്നെയായിരുന്നു അവിടുത്തെ പ്രധാന അടിത്തറയും. അതുപോലെ തന്നെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം, അതുപോലെ തന്നെ വെങ്കല ശില്പങ്ങളൊക്കെ അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എഴുത്ത് സമ്പ്രദായം എന്നറിയപ്പെടുന്നതിലെ ചൈനീസ് ലിപി ആയിരുന്നു അല്ലേ അവർക്ക് പ്രധാനമായിട്ടുള്ള ലിപി എന്ന് പറയുന്നത്. ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ലിപിയായിരുന്നു. അതിനുശേഷം അവർ എന്ത് ഉപയോഗിച്ച് തുടങ്ങി? ചിഹ്നങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി. ഓക്കെ, മെസ്സപ്പൊട്ടോമിയ, ഈജിപ്ത്, ചൈന എന്ന് പറയുന്ന ലിപിയും പ്രത്യേകതകളും ചോദിച്ചിട്ടുണ്ട്. പഠിച്ചില്ല അല്ലേ? മെസ്സപ്പൊട്ടോമിയ നമ്മ എന്ന് പറഞ്ഞു? ക്യൂണിഫോം ലിപിയാണെന്ന് പറഞ്ഞു. ഇനി ഈജിപ്തിലാണെന്നുണ്ടെങ്കിലോ? ഈജിപ്തിലെ ലിപി എന്ന് പറയുന്നത് ഏതാണ്? ഹൈറോഗ്ലിഫിക്സ് ലിപിയായിരുന്നു. ചൈനയിൽ ഏതാണ്? ചൈനീസ് ലിപിയാണ്. അതിൻ്റെ പ്രത്യേകതകളും നമ്മൾ പറഞ്ഞു. എന്താണ് ഹരപ്പൻ സംസ്കാരം? വെങ്കലയുഗത്തിൽ സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹരപ്പൻ സംസ്കാരം. സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരം ഏതാണ്? ഹരപ്പൻ സംസ്കാരമാണ്. ഏകദേശം BCE 2600 മുതൽ BCE 1900 വരെയാണ് ഈ സംസ്കാരത്തിൻ്റെ കാലഘട്ടമായി പൊതുവെ കരുതപ്പെടുന്നത്. ഹരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ നഗരം. അതിനാലാണ് ഈ സംസ്കാരത്തെ ഹരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഹരപ്പിയാണ് ആദ്യമായിട്ട് കണ്ടെത്തിയ നഗരം. അതിനാലാണ് എന്ന് വിളിക്കുന്നത് ഹരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഈ സംസ്കാരം ഉടലെടുത്തത് സിന്ധു നദീതീരത്തായതിനാൽ സിന്ധു നദീതട സംസ്കാരം എന്നും അറിയപ്പെടുന്നുണ്ട്. ഹരപ്പൻ സംസ്കാരത്തിൽ നിന്നറിയപ്പെടുന്നു സിന്ധു നദീതട സംസ്കാരം എന്നറിയപ്പെടുന്നു. കാരണം സിന്ധു നദീതീരത്താണ് ഈ സംസ്കാരം ഉടലെടുത്തത്. നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംസ്കാരം വളർന്നു വന്നത്. അതിനാൽ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് ഈ സംസ്കാരത്തെ വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്ന ഏത് സംസ്കാരത്തെയാണ്? സിന്ധു സംസ്കാരത്തെ, സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹരപ്പൻ സംസ്കാരത്തെയാണ് ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. കാരണം നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംസ്കാരങ്ങൾ വളർന്നു വന്നത്. ഇനി ആരാണ് സർ ജോൺ മാർഷൽ? ജോൺ മാർഷൽ ചോദിക്കാറുണ്ടല്ലോ. ഇന്ത്യയിലെ പുരാവസ്തുക്കളുടെ ഉത്ഖനനത്തിനും സംരക്ഷണത്തിനുമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ പുരാവസ്തുക്കളുടെ ഉത്ഖനനത്തിനും സംരക്ഷണത്തിനുമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. 1902 മുതൽ 1928 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു സർ ജോൺ മാർഷൽ. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളാണ് ഹരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തിയത്. അപ്പോൾ 1902 മുതൽ 1928 വരെയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ആരായിരുന്നു? സർ ജോൺ മാർഷൽ. 1902 മുതൽ 28 വരെയായിരുന്നു ഈ സർ ജോൺ മാർഷൽ ആരായിരുന്നു? ഡയറക്ടർ ജനറൽ ആയിരുന്നത് ഇതിൻ്റെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ. അപ്പോൾ ഹരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന സ്ഥലങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. ഹരപ്പ, കാലിബംഗൻ, മോഹൻജോദാരോ, ലോത്താൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രധാന നഗരങ്ങളാണ് ഹരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളാണ് ഹരപ്പ, കാലിബംഗൻ, മോഹൻജോദാരോ, ലോത്താൽ എന്നിവ. ഈ നഗരാസൂത്രണം. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് നഗരാസൂത്രണം. തെരുവുകളുടെ ഇരുവശങ്ങളിലുമായാണ് ഇവർ വീടുകൾ നിർമ്മിച്ചിരുന്നത്. അപ്പോൾ ഹരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷത എന്താണ്? നഗരാസൂത്രണമാണ്. തെരുവുകളുടെ ഇരുവശങ്ങളിലാണ് ഇവർ വീടുകൾ നിർമ്മിച്ചിരുന്നത്. ചുട്ടെടുത്ത ഇഷ്ടികകളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇവർ ഉപയോഗിച്ചിരുന്നത്. അഴുക്കുചാൽ സമ്പ്രദായം ഹരപ്പൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷതയായിരുന്നു. അഴുക്കുചാൽ സമ്പ്രദായം ഈ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ്. വീടുകളിൽ നിന്നുള്ള മലിനജലം തെരുവിലെ അഴുക്കുചാലുകളിലൂടെ നഗരത്തിന് പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടു പോകുന്ന തരത്തിലായിരുന്നു നഗരങ്ങളുടെയും അഴുക്കുചാലുകളുടെയും ആസൂത്രണം. അപ്പോൾ അന്ന് നഗരാസൂത്രണത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തെരുവിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് വീടുകൾ നിർമ്മിച്ചിരുന്നത്. അതുപോലെ തന്നെ വീടുകളിൽ നിന്നുള്ള മലിനജലം തെരുവിലെ അഴുക്കുചാലുകളിലൂടെ നഗരത്തിന് പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി മോഹൻജോദാരയിലെ വലിയ കുളം ഗ്രേറ്റ് ബാത്ത് നൽകിയിട്ടുണ്ട്. ഹരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരമാണ് മോഹൻജോദാരോ അല്ലേ. മോഹൻജോദാരോ പറഞ്ഞു. ലോത്താൽ, മോഹൻജോദാരോ ഒക്കെ എന്താണ് അവിടുത്തെ പ്രധാന നഗരങ്ങളാണ്. അപ്പോഴത്തെ പ്രധാന നഗരമാണ് മോഹൻജോദാരോ. വലിയ കുളമാണ് ഈ നഗരത്തിലെ ഏറ്റവും സവിശേഷമായ നിർമ്മിതി. ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ ഇരുവശങ്ങളിലെയും പടവുകളും കുളിക്കുവാനായി കുളിമുറികളും ഉണ്ടായിരുന്നു.
ഈ മൊഹൻജൊദാരോയിലെ വലിയ കുളത്തിലേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഇരുവശങ്ങളിലും പടവുകളും കുളിക്കുവാനായിട്ട് കുളിമുറികളും ഉണ്ടായിരുന്നു. ശുദ്ധജലം നിറയ്ക്കാനും മലിനജലം പുറത്തേക്ക് ഒഴുക്കാനുമുള്ള സംവിധാനവും ഇവിടെ നിലനിന്നിരുന്നു. ശുദ്ധജലം നിറയ്ക്കാനും മലിനജലം പുറത്തേക്ക് ഒഴുകാനുള്ള സംവിധാനം ഈ കുളത്തിലുണ്ട് അല്ലേ. ഈ കുളത്തിലേക്ക് ഇറങ്ങാനായിട്ട് എന്തുണ്ടായിരുന്നു? ഇരുവശങ്ങളിലും പടവുകളും കുളിക്കാനുള്ള കുളിമുറികളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ മൊഹൻജൊദാരോയിലെ വലിയ കുളത്തിലെ ഗ്രേറ്റ് പാത്ത് നമുക്ക് തന്നിട്ടുണ്ട്. വലിയ കുളത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി എന്താണ് ധാന്യപ്പുര എന്ന് പറയുന്നത്? ഹരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ഗുജറാത്തിലെ രംഗ്പൂർ, ലോത്താൽ എന്നിവിടങ്ങളിൽ നിന്നും നെല്ല് കൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഹരപ്പയിൽ കണ്ടെത്തിയ പ്രധാന ചരിത്രശേഷിപ്പാണ് ഈ ധാന്യപ്പുര. ധാന്യങ്ങൾ സംഭരിക്കുവാനും സൂക്ഷിക്കുവാനുമാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ധാന്യപ്പുര എന്ന് പറയുന്നത് എന്താണ്? ഹരപ്പയിൽ കണ്ടെത്തിയ പ്രധാന ചരിത്രശേഷിപ്പാണ് ധാന്യപ്പുര. ധാന്യങ്ങൾ സംഭരിക്കുവാനും സൂക്ഷിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്താണ്? ധാന്യപ്പുരയാണ് അല്ലേ. ഇനി കരകൗശല വിദ്യ. ഹരപ്പൻ ജനത കരകൗശല വിദ്യയിൽ വൈദഗ്ധ്യമുള്ളവരായിരുന്നു. നമുക്ക് നോക്കാം. കളിപ്പാട്ടം, മുദ്രകൾ, ആഭരണങ്ങൾ, മൺപാത്രം, നർത്തകിയുടെ വെങ്കല പ്രതിമയൊക്കെ നൽകിയിട്ടുള്ളത്. ഇതൊക്കെ നിർമ്മിച്ചിരുന്ന ആരായിരുന്നു? ഹരപ്പൻ ജനതയാണ്. ഹരപ്പൻ ജനതയുടെ കരകൗശല വിദ്യ എന്തൊക്കെയാണ്? മുദ്രകൾ നിർമ്മിച്ചിരുന്നു, കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചിരുന്നു, ആഭരണങ്ങൾ ഉണ്ടാക്കിയിരുന്നു, മൺപാത്ര നിർമ്മാണം, അതുപോലെ തന്നെ വെങ്കല പ്രതിമയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. സ്വർണവും വെള്ളിയും മുത്തുകളും ചിപ്പുകളും കൊണ്ടുണ്ടാക്കിയ മാലകളും കൈവളകളും കർണാഭരണങ്ങളും ഇവർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടും അവർ മുദ്രകൾ നിർമ്മിച്ചിരുന്നു. ഹരപ്പൻ നഗരങ്ങളിൽ നിന്നും കണ്ടെത്തിയ കളിപ്പാട്ടങ്ങൾ, മൺപാത്രങ്ങൾ, വെങ്കല പ്രതിമ എന്നിവയെല്ലാം എന്താണ്? ഹരപ്പൻ ജനതയുടെ കലാവൈദഗ്ധ്യം പ്രകടമാക്കുന്നുണ്ട്. ഇനി എഴുത്തുവിദ്യ എന്താണെന്ന് നോക്കാം. ഹരപ്പൻ ജനതയ്ക്ക് അവരുടേതായ എഴുത്തുരീതി ഉണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ തന്നെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. മുദ്രകളിലാണ് അവരുടെ എഴുത്തുവിദ്യ ഏറ്റവും അധികം കാണപ്പെട്ടത്. ഇതിലാണ് മുദ്രകളിലാണ്. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ച. ഏകദേശം BCE 1900 ഹരപ്പൻ നഗരങ്ങൾ തകർച്ചയെ നേരിട്ടു. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? കാലാവസ്ഥാ വ്യതിയാനമായിരുന്നു എന്ന് പറയുന്നുണ്ട്. നിരന്തരമുണ്ടായ പ്രളയമാണ്, ഭൂമിയുടെ അമിതമായ ഉപയോഗമാണ്, അതുപോലെ തന്നെ വനനശീകരണമാണ് ഈ ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ച എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? നിരന്തരമുണ്ടായ പ്രളയം, കാലാവസ്ഥാ വ്യതിയാനം, ഭൂമിയുടെ അമിതമായ ഉപയോഗം, വനനശീകരണം. പ്രാചീന കാലത്തെ മനുഷ്യ ചരിത്രത്തെ രേഖപ്പെടുത്തുക എന്നത് ഏറെ ദുഷ്കരവും ശ്രമകരവുമായ പ്രവൃത്തിയാണ്. എഴുതപ്പെട്ട തെളിവുകൾ ഒന്നും ലഭ്യമല്ലാത്ത ചരിത്രാതീത കാലഘട്ടങ്ങളിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും പഠിക്കുവാൻ ശേഷിപ്പുകളായ പുരാവസ്തു തെളിവുകൾ മാത്രമാണ് നമുക്ക് ആശ്രയം. ഇത്തരം തെളിവുകൾ വിശകലനം ചെയ്താണ് ചരിത്രകാരർ മനുഷ്യരുടെ ഉൽപ്പത്തി മുതലുള്ള ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട മനുഷ്യരെക്കുറിച്ച് ഫോസിൽ അവശിഷ്ടങ്ങൾ തെളിവുകൾ നൽകുമ്പോൾ ശിലായുധങ്ങളും ഉപകരണങ്ങളും ഗുഹാചിത്രങ്ങളും ശിലായുഗക്കാലത്തെ മനുഷ്യരെക്കുറിച്ച് നമ്മോട് പറയുന്നു. നവീന ശിലായുഗക്കാലത്തെ കൃഷിയുടെ ആരംഭവും സ്ഥിരവാസ കേന്ദ്രങ്ങളുടെ വികാസവും മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായിരുന്നു. വെങ്കലയുഗത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംസ്കാരങ്ങൾ അക്കാലഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ച നേട്ടങ്ങളുടെ ചരിത്രം നമുക്ക് കാട്ടിത്തരുന്നു. പ്രാചീന സംസ്കാരങ്ങൾ രൂപപ്പെട്ട രീതികളും അറിവുകളുമാണ് ഇന്നത്തെ സംസ്കാരത്തിൻ്റെ അടിത്തറ. ഭൂതകാലത്തെക്കുറിച്ചുള്ള ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ഭാവിയിലേക്കുള്ള ചവിട്ടുപടിയാക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. സംസ്കാരങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വിവിധ ശിലായുഗങ്ങൾ പറഞ്ഞല്ലേ. വെങ്കല ശിലായുഗം, പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം എന്ന് പറയുന്ന കുറച്ച് ശിലായുഗങ്ങളെ പറഞ്ഞു. അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ചും അവരുടെ ലിപികളെയും കുറിച്ചും അവിടുത്തെ രീതികളെക്കുറിച്ചും നമ്മൾ പറഞ്ഞല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയും നമുക്ക് CRT ചാപ്റ്റേഴ്സ് ചെയ്യാനുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.